ആലിം ഖുറൈഷിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഭൂലോകമൊട്ടാകെ വിജ്ഞാന വിസ്ഫോടനം നടത്തുന്ന ഖുറൈശി തറവാട്ടിലെ ഒരു പണ്ഡിതൻ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രവചനം സയ്യിദുന ഇമാമുൽ അഅ്ലം ഇമാമുന ശാഫിഈ റളിയല്ലാഹുവിനെ കുറിച്ചാണ് എന്നാണ് പണ്ഡിതമതം. ശാഫിഈ മദ്ഹബുകാർക്ക് ഒരുപാട് കടപ്പാടുള്ള മഹാനവറുകൾ ജീവിതത്തിൻ്റെ സിംഹഭാഗവും വിജ്ഞാനത്തിലും ആരാധനയിലുമായി കഴിച്ചുകൂട്ടിയ ആ മഹാനുഭാവൻ്റെ ആണ്ട് ദിവസമാണ് ഇന്ന്. നമുക്കൊരിക്കലും അവിടത്തെ മറന്ന് പോകാൻ പറ്റുകയില്ല. മഹാനവറുകൾ ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് ഗവേഷണ നിരീക്ഷണങ്ങളും ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ഒരു വാചകമുണ്ട്, ലൗ ഇജ്തഹദ്ത കുല്ലൽ ജുഹദി അലാ അൻ തർലന്നാസ കുല്ലഹും ഫലാ സബീൽ. നീ കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളെയെല്ലാം തൃപ്തിപ്പെടുത്തണം എന്ന് കരുതിയാൽ ഒരിക്കലും അത് സാധിക്കുകയില്ല. പിന്നെയോ അതിന് ഒരു വഴിയുണ്ട്, ഫഅഖ്ലിസ് അമലക ലില്ലാഹി അസ്സ വജല്ല. നിൻ്റെ കർമ്മങ്ങൾ മുഴുവനും അള്ളാഹുവിനെ നിഷ്കളങ്കമായി നീ ചെയ്യുക. ജനങ്ങളുടെ തൃപ്തി ഉണ്ടോ ഇല്ലേ എന്നതിലേക്ക് നീ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മൾ അവിടുത്തെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. മഹാനായ ഇമാമുന റാസി റഹിമഹുല്ല സൂറത്ത് യൂസുഫിൻ്റെ അവസാന ഭാഗത്ത് തഫ്സീർ എഴുതുമ്പോൾ അവിടുത്തെ മകൻ വഫാത്താവുകയും അതിൻ്റെ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് മഹാനവറുകൾ അവിടെ കുറിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭാഗം എൻ്റെ തഫ്സീറിൽ നോക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ മേലിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ പേരിൽ നമ്മളൊരു യാസീനും ഫാത്തിഹയുമൊക്കെ ഓതണം. ആ ആത്മീയ ബന്ധം നിലനിർത്താൻ, അവരുടെ കാൽപ്പാടുകൾ പിന്തുടരുവാനും അതുവഴി രക്ഷപ്പെടുവാനും വലിയ മാർഗമാണ്. അവർക്കൊരു ഫാത്തിഹ എന്നൂമെ ഓതൂകിൽ അവരെ ദുആഉം ബാറക്കത്തുമെത്തുമേ എന്ന മുഹയ്യിദ്ദീൻ മാലയുടെ വരി വളരെ ചിന്താർഹമാണ്.